ഹായ് ക്രിയേറ്റേഴ്സ്, നിങ്ങൾക്ക് ക്രോം ബ്രൗസർ വഴി YT സ്റ്റുഡിയോ ഓണാക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. ഹായ് ക്രിയേറ്റേഴ്സ്, നമ്മളിന്ന് പലർക്കും മോഡറേഷൻ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അത് ചാനലിൽ വരുമ്പോൾ മാത്രമാണ് അവരെ ടച്ച് ചെയ്ത് മോഡറേഷനൊക്കെ മാറ്റുന്നത്. അതായത് നമുക്ക് ഇവിടെ ബ്ലൂ എന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമുക്കത് മാറ്റാനോ അവിടെ ഒരാളെ ആഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും. അതിന് ചാനലിൽ വരണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഒരാളെ അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ബ്ലൂ കൊടുക്കാൻ പറ്റും, ലൈവിലല്ലാതെയും കൊടുക്കാം. അതുപോലെ ലൈവിലല്ലാതെയും നമുക്ക് അവരുടെ ബ്ലൂ മാറ്റാൻ പറ്റും. അപ്പം ആ മോഡറേഷനും അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് സെറ്റിങ്, അതുപോലെ തന്നെ ചാനൽ ഇൻഫോം ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുന്നു. ഇവിടെ യൂട്യൂബിൻ്റെ ഒരു ഇടത്ത് സൈഡായിട്ട് യൂട്യൂബിൻ്റെ ചിഹ്നം കാണാം. നമ്മൾ യൂട്യൂബ് ചിഹ്നത്തിൽ തൊട്ട് കയറുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന പേജ് ഇതാണ്. ചിലർക്ക് ചിലപ്പോൾ നേരിട്ട് വന്നേക്കാം, അല്ലെങ്കിലും നമ്മൾ കണ്ട പ്രോഗ്രാംസ് ഒക്കെയാണ് നമുക്കിവിടെ സാധാരണ. ഇതൊക്കെ ഞാൻ കണ്ട പ്രോഗ്രാംസാണ് എനിക്കിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെർച്ച് ബാറിൽ തന്നെ കിടപ്പുണ്ട് youtube.com എന്നുള്ള, നമുക്ക് കാണാം. സെർച്ച് ബാറിലുണ്ട്. ആ സെർച്ച് ബാറിലൊന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ താഴെ ഒന്നാമതായിട്ട് കാണാം youtube.studio.com. അപ്പം നമ്മൾ youtube.studio.com അതിൽ തുടർന്നു. അപ്പം നമുക്കിവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം നമുക്ക് സിങ് ഇൻ എന്നുള്ളത് ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഓപ്ഷനിൽ തൊടുക. ആ ഓപ്ഷനിൽ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ YT സ്റ്റുഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. ഇവിടെ തന്നെ ഓപ്ഷൻസ് പലതുണ്ട്. നമുക്ക് ലാസ്റ്റ് സീനൊക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് സീൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിപ്പം അഡ്വാൻസ് സെറ്റിങ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മോഡറേഷൻ, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതുപോലെ ചാനൽ ഇൻഫോം, നമ്മുടെ കൺട്രി സെലക്ഷൻ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിന് സെറ്റിംഗ് എടുക്കാം. സെറ്റിംഗ് ഏറ്റവും താഴെ ഇടത്ത് സൈഡിലാണ് ഈ കാണുന്ന 2 ഓപ്ഷനിൽ മേളത്തെ ഓപ്ഷൻ ഇടത്ത് സൈഡിൽ മൂലയ്ക്കായിട്ട് കാണുന്ന സെറ്റിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ ഒന്നുകൂടെ തൊട്ട് വലുതാക്കാം. ഓക്കെ, ഇതാണ് സെറ്റിംഗ്. അപ്പം നമ്മൾ ഈ താഴെ സെറ്റിങ്ങിൽ ഓൺ ചെയ്യുന്നു. ഓക്കെ, സെറ്റിംഗ് ഓൺ ചെയ്തു. നമുക്കിവിടെ ജനറൽ, ചാനൽ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ഡീറ്റെയിൽസ്, പെർമിഷൻസ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മോഡറേഷൻ. അപ്പം നമുക്ക് ആദ്യം കമ്മ്യൂണിറ്റി മോഡറേഷനിൽ പോകാം. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് നേരെ കമ്മ്യൂണിറ്റി മോഡറേഷനിൽ പോകുന്നു. ഓക്കെ, കമ്മ്യൂണിറ്റി മോഡറേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി മോഡൽ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ഇടത്തോട്ട് അല്പം മാറ്റി കൊടുക്കുക. ഓക്കെ, നേരെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് യൂസർ മാനേജ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മോഡറേഷൻ എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഈ സെൻറ്ററായിട്ട് കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന യൂസർ മാനേജ്, അത് ഞാൻ വലുതാക്കി കാണിക്കാം. ഇതാണ് യൂസർ മാനേജ്. നമ്മളപ്പോൾ ആ യൂസർ മാനേജിലേക്ക് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂസർ മാനേജ് വരും. യൂസർ മാനേജ് വരുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മോഡറേഷൻ മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആർക്കൊക്കെ നമ്മൾ മോഡറേഷൻ കൊടുത്തിട്ടുണ്ടോ അത്രയും പേര് ഐഡിയും കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരാളെ നമുക്ക് മോഡറേഷൻ എടുത്ത് കളയാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരാളുടെ ഒരു EX എന്നുള്ള വലത്ത് സൈഡിൽ അവരുടെ ID യുടെ വലത്ത് സൈഡിൽ കിടക്കുന്ന എസ് തൊട്ട് കഴിഞ്ഞിട്ട്
നമ്മൾ താഴെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐ ഡി മാത്രം മോഡറേഷനിൽ നിന്ന് പുറത്താകും. സേവ് കൊടുത്ത് വെച്ചാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത്രയും പേരുടെ ബ്ലൂ, മൊത്തം പേരുടെയും ബ്ലൂ, ഈ കിടക്കുന്ന മൊത്തം പേരുടെയും ബ്ലൂ നമുക്ക് കളയാനാണെങ്കിൽ ഈ മോഡറേഷൻ കിടക്കുന്ന വലിയ കോളത്തിൽ നമുക്ക് റൈറ്റ് സൈഡിൽ മൂലയ്ക്കായിട്ട് കാണുന്ന ആ വലിയ എക്സ് തൊട്ടിട്ട് താഴെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സേവ് ബട്ടൺ, ഏറ്റവും താഴെ കാണുന്ന സേവ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും മോഡറേഷൻ, അതായത് ബ്ലൂ മാറും. ആർക്കും പിന്നെ ബ്ലൂ ഉണ്ടാവില്ല. നമുക്ക് ഓരോരുത്തരായിട്ടും ഇല്ലെങ്കിൽ മൊത്തമായിട്ടും നമുക്കിത് കളയാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരാൾക്ക് മോഡറേഷൻ കൊടുക്കാനും ലൈവിൽ വെച്ച് കൊടുക്കേണ്ട ആ ഒരു കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കിവിടെ ആളിനെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് ബ്ലൂ കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് ലൈവിൽ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ ആളിനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ മോഡറേഷൻ കൊടുക്കാൻ പറ്റും, ഇവിടെ തന്നെ എടുക്കാനും പറ്റും. ഓക്കെ. അതുപോലെ നമ്മൾ ഹൈഡ് ചെയ്ത വ്യക്തികൾ, നമ്മൾ ഒരാളെ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ താഴെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹൈഡ് യൂസേഴ്സ് എന്ന് കിടപ്പുണ്ട്. ഹിഡൻ യൂസേഴ്സ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആഡ് ഹിഡൻ യൂസർ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും ആരും ആഡല്ല, 2-3 പേരുണ്ടാകും, ഞാൻ റിലീസ് ചെയ്തു. അപ്പോൾ ഇവിടെയും ആ ആഡ് ചെയ്തവർ, അതായത് നമ്മൾ ഹൈഡ് ചെയ്തവരുടെ ഐ ഡിയുടെ അവിടെ ഒരു എക്സ് പോലെ കാണും. അതിൽ തൊട്ടിട്ട് നമ്മളിവിടെ അതേ ഇതിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡിൽ നിന്ന് വിടാൻ പറ്റും, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഓപ്ഷൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഓക്കെ. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മോഡറേഷൻ്റെ ഓപ്ഷൻസ്. യൂസർ മാനേജാണ്, ഓർത്തിരിക്കുക. ഓക്കെ. അതിനുശേഷം നമുക്ക് അഡ്വാൻസ് സെറ്റിങ്ങിലേക്ക് പോകും. അഡ്വാൻസ് സെറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ചാനൽ ഓപ്പൺ ആക്കണമുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ജനറലിൻ്റെ താഴെ ചാനലിലേക്ക് പോകുന്നു. ചാനലിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് ബേസിക് ഇൻഫോം കാണാൻ പറ്റും. ബേസിക് ഇൻഫോമിലാണ് നമ്മുടെ രാജ്യം സെലക്ട് ആകുന്നത്. ഓക്കെ. ബേസിക് ഇൻഫോമിൽ നമ്മുടെ കൺട്രി സെലക്ഷനാണ് ഇവിടെ ആദ്യം കിടക്കുന്നത്. നമ്മുടെ ഏത് കൺട്രിയാണോ ആ കൺട്രി. ഇപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഇന്ത്യ എന്നുള്ളത് കാണാമല്ലോ, ഇച്ചിരി വലുതാക്കാം, നിങ്ങൾക്ക് കാണാമല്ലോ, ഇന്ത്യ. ഓക്കെ. താഴെ നമ്മൾ കീവേഡ്സാണ് കൊടുക്കണം. നമ്മുടെ ചാനലിൻ്റെ കീവേഡ്സാണ് താഴെ കൊടുക്കേണ്ടത്. അത് നമ്മൾ എന്ത് കാറ്റഗറിയാണ് ചെയ്യുന്നത് അതിൻ്റെ കീവേഡ്സും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പേരും ഒക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്തതാണ്, എനിക്ക് പ്രോഗ്രാം മാറ്റമുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്കിനി ഇവിടെ കീവേഡ്സ് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ അത് ആ കോളം കാലിയാക്കിയിട്ടേക്കാണ്. ഇതാണ് നമ്മുടെ ബേസിക് ഇൻഫോം എന്ന് പറയുന്ന കാര്യങ്ങൾ. അത്രയേ ഉള്ളൂ. അതെല്ലാം ചെയ്തിട്ട് നമ്മളിവിടെ സേവ് കൊടുക്കണം. ഓക്കെ. ഞാനിപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജ് പോവും, അതുകൊണ്ടാണ് ഞാൻ സേവ് കൊടുക്കാത്തത്. ഞാൻ കൺട്രി സെലക്ഷൻ ചെയ്തിട്ട് സേവ് കൊടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ അഡ്വാൻസ് സെറ്റിങ്ങിലേക്ക് പോകുന്നു. അഡ്വാൻസ് സെറ്റിങ്ങിൽ ഇത് ഓണാക്കി വിടേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ കാണാമല്ലോ. ഈ മെയ്ഡ് ഫോർ കിഡ്സിൻ്റെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഐ വാണ്ട് റിവീവ് സെറ്റിങ് കൊടുക്കുന്നതാണെന്നുണ്ട്. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അല്ലാതെ നമുക്കിവിടെ ഫിക്സായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തെ ഓപ്ഷൻ, താഴത്തെ ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ലൈവ് നടത്തുമ്പോഴോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴോ നമ്മുടെ ഇഷ്ടത്തിന് നോ ഫോർ കിഡ്സോ അല്ലെങ്കിൽ കിഡ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് ഈ 2 ഓപ്ഷൻസ് കാണാം. ഇത് നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും യൂട്യൂബ് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ക്വാളിറ്റി ആണിത്. വിഷ്വൽ ക്വാളിറ്റി, അതാണ്ട് ഓഡിയോ ക്വാളിറ്റി. വിഷ്വൽ ക്വാളിറ്റി ആൻഡ് ഓഡിയോ ക്വാളിറ്റിയാണിത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ട് അതേ ഇവിടെ തന്നെ നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കും അതിൻ്റെ ഓഡിയോയ്ക്കും യൂട്യൂബിൻ്റെ ഒരു ഫ്രീ സർവീസാണത്. നമുക്ക് അല്പം കൂടെ ക്വാളിറ്റി കിട്ടുന്നതാണ്. അത് അവിടെ എഴുതിയിട്ടുണ്ട്, വിഷ്വൽ ക്വാളിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അൺലിസ്റ്റഡ് പോസ്റ്റ് ചെയ്യണം. അൺലിസ്റ്റഡ് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ 2 ഓപ്ഷൻസും വർക്കാവുന്നത്. അത് വർക്കാവാൻ കുറേ സമയം എടുക്കും. അപ്പം ഒരിക്കലും പെട്ടെന്ന് നമ്മൾ പബ്ലിക് ആക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് പബ്ലിക് ആക്കുകയോ ചെയ്താൽ ഈ ഓപ്ഷൻസ് വർക്കാവില്ല. അതുകൊണ്ട് അൺലിസ്റ്റഡ് പോസ്റ്റ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. അവിടെ HD ഈ ക്വാളിറ്റിയുടെ മീറ്റർ അവിടെ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. YT സ്റ്റുഡിയോയിൽ കയറി നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ പറ്റും ക്വാളിറ്റി
വർക്കാവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് നമുക്ക് അഡ്വാൻസ് സെറ്റിങ്ങിൽ ഉള്ളത്. ഓക്കെ, ഇതാണ് അഡ്വാൻസ് സെറ്റിങ്ങിലുള്ള കാര്യങ്ങൾ. ഇത്രയും ഈ 2 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ബേസിക് ഇൻഫോം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രി സെലക്ഷനാണ്, കാണാമല്ലോ കൺട്രി സെലക്ഷനാണ്. അതുപോലെ കീവേഡ്സ് താഴെ കൊടുക്കുകയാണ്, അതും നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്ത് കാറ്റഗറിയാണ് ചെയ്യുന്നത് അതിനുള്ള കീവേഡ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേരും കീവേഡ്സായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ വീഡിയോസുകൾ തീർച്ചയായിട്ടും മൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ അത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു വഴിയാണ്. അപ്പോൾ അതും എല്ലാവരും ഇൻ്റർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താലും താഴെ സേവ് ബട്ടൺ കൊടുക്കണം, എങ്കിലേ അത് നിൽക്കുകയുള്ളൂ. അപ്പോഴേ അത് സേവ് ആകത്തുള്ളൂ. ഓരോ കാര്യം നമ്മൾ മാറ്റിയിട്ട് വരുമ്പോഴും അവിടെ സേവ് ബട്ടൺ ഓൺ ആയിരിക്കും, അത് സേവ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൺട്രി സെലക്ട് ചെയ്തിട്ട് ഞാൻ സേവ് കൊടുത്തില്ലായിരുന്നു, അതാണ് നമുക്കിവിടെ സേവ് ബട്ടൺ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കൺട്രി കൺഫേം ആക്കുകയാണ്. നമുക്കിവിടെ കാണാമല്ലോ സേവ് കൊടുത്തു. അപ്പോൾ ആ കൺട്രി ഓക്കെ, ഇന്ത്യ എന്നുള്ളത് ഓക്കെ ആയി. ഓക്കെ, ഇങ്ങനെയാണ് ഈ 2 സെറ്റിങ്സ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് ബേസിക് ഇൻഫോമും അതുപോലെ തന്നെ അഡ്വാൻസ് സെറ്റിങ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മോഡറേഷൻ, ഇതാണ് ഈ സെറ്റിങ്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിയെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും കാണുക. ഓക്കെ, താങ്ക് യു.